കൂടെയുള്ള ഒരു മുസ്ലിം വൃദ്ധനെ തീവ്ര ഹിന്ദുത്വവാദികൾ തല്ലാൻ ഒരുങ്ങുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഓടി ഒളിക്കും, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കും. പക്ഷേ യഥാർത്ഥ സൂപ്പർ ഹീറോ ആയ മുഹമ്മദ് ദീപക് അതിനിടയിലേക്ക് വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുകയും ഇവരെ പിടിച്ചു മാറ്റുകയും ചെയ്തു. അതിൽ ഏറ്റവും തരംഗമായത് ഇദ്ദേഹത്തിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞതാണ്. ദീപക് എന്നാണ് പേര്. ജിം നടത്തുന്ന ഒരാളാണ്, ഹനുമാൻ സ്വാമിയുടെ ഭക്തനാണ്. അപ്പോ ഈ വയസ്സായ മുസ്ലിം വൃദ്ധനെ ഒരു കാര്യവുമില്ലാതെ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിക്കാൻ വരികയാണ്. ബാബ എന്ന അദ്ദേഹത്തിന്റെ കടയുടെ പേര് മാറ്റണമെന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം. അപ്പം ദീപക് ചോദിച്ചു, എന്താ ബാബ എന്ന് പേരിട്ട എന്താ കടയ്ക്ക് പ്രശ്നം എന്താ ഉള്ളത്? പീർ ബാബ അടക്കമുള്ള പല ബാബമാരും നമ്മുടെ നാട്ടിലില്ലേ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ബഹുമാനിക്കുന്ന ബാബമാരില്ലേ? എന്നിട്ട് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ 10-15 പേരുണ്ട്, അവരുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് ആ വൃദ്ധനെ സംരക്ഷിക്കുകയും അവരെ മാറ്റുകയും ചെയ്തു. അടുത്ത ദിവസം 150 പേരെ കൊണ്ടും അവർ വീണ്ടും ഇയാളെ ദീപകിനെ ദ്രോഹിക്കാൻ വന്നു. ദീപക് അതേപോലെ കട്ടക്കിറങ്ങി നിന്നു. സിനിമകളിൽ മാത്രം കാണുന്ന ഏറ്റവും ഊഷ്മളമായ രംഗം. നമ്മൾ പലപ്പോഴും സൂപ്പർ ഹീറോസിനെ കുറിച്ച് പറയാറുണ്ട്. സൂപ്പർമാനും ബാറ്റ്മാനും നമ്മുടെ മിന്നൽ മുരളിയും ശക്തിമാനും ഒക്കെ. അതേപോലൊരു സൂപ്പർമാനാണ് മുഹമ്മദ് ദീപക്, ഇന്ത്യയുടെ അഭിമാനം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരുപക്ഷെ തീർച്ചയായും നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവേശം തോന്നുന്ന കാര്യങ്ങളാണ് അതുള്ളത്. നമ്മുടെ നാട്ടിലെ ഗതികേടിന്റെ, ഈ നാട് അനുഭവിക്കുന്ന ഗതികേടിന്റെ നേർ സാക്ഷ്യമാണ് അതുള്ളത്. മറുപടിയായിരുന്നു എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. താൻ ഒരു ഇന്ത്യക്കാരനാണെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ബോധ്യപ്പെടുത്താനുമാണ് പേര് ചോദിച്ചപ്പോൾ മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞത് എന്നാണ് ദീപക് പറയുന്നത്. ഒരു വൃദ്ധനെ ഭീഷണിപ്പെടുത്തരുത് എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും റോയിട്ടേഴ്സിനോട് സംസാരിക്കവേ ദീപക് പ്രതികരിച്ചിരുന്നു. ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് ഞാൻ കാണിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് അവിടെ നിന്ന് ഹിന്ദുത്വ ആൾക്കൂട്ടം പിരിഞ്ഞു പോയെങ്കിലും 2 ദിവസങ്ങൾക്ക് ശേഷം ദീപകിനെ ചോദ്യം ചെയ്യാൻ മടങ്ങിയെത്തിയിരുന്നു. ശനിയാഴ്ച കോട്ടദ്വാറിലെ ഒരു പാർക്കിൽ ഒത്തുകൂടിയ സംഘം ദീപകിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു. തനിക്കും എന്തിനാണ് 70 വയസ്സുള്ള ഒരു മുസ്ലിം വൃദ്ധനെ ആക്രമിക്കലെന്ന് പറഞ്ഞത്? കുടുംബത്തിനുമെതിരെ ഭീഷണിയുണ്ടെന്നാണ് ദീപക് പറയുന്നത്. അതേസമയം പോലീസിന്റെ മുന്നിൽ വെച്ചാണ് തനിക്കെതിരായ ഭീഷണികളും മറ്റും ഉണ്ടായതെന്നും കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദീപക്. സ്വാഭാവികം. എന്തു തന്നെയായാലും താൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. തെറ്റ് ചെയ്തുവെന്ന് കരുതുന്നില്ല. അതാണ് യഥാർത്ഥ ഒരു ഇന്ത്യക്കാരനായ ദീപക് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ആവേശവും എന്താ പറയണ, നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരുപാട് ദീപക്മാരുണ്ടാകണം. ഇത് ഉത്തരാഖണ്ഡിലാണ് സംഭവിച്ചത്. മേരാ നാം മുഹമ്മദ് ദീപക് എന്ന് ധൈര്യത്തോടെ പറയാനും, ദീപക് എന്നാണ് ഇയാളുടെ പേര്. അതായത് അവിടെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല രസകരമായി തന്നെ അത് നമ്മുടെ എല്ലാ ചാനലുകളും ക്യാരി ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യക്കാർ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. എന്ത് തരം പ്രാന്താണ് ഉമാർക്ക്? ബാബ എന്ന കടയുണ്ടെങ്കിൽ നിനക്ക് എന്താ? നിനക്ക് ആ കടയിൽ പോകണമെങ്കിൽ പോകണ്ട, ബാക്കിയുള്ളവർ പൊക്കോട്ടെ. ഞാൻ ഈ പറയുന്ന ദീപക് കുമാറിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി പോയി നോക്കി. അദ്ദേഹം ഒരു ജിംനേഷ്യം നടത്തുന്നുണ്ട്. ആ ജിംനേഷ്യത്തിന്റെ മുമ്പിൽ തന്നെ ഹനുമാന്റെ ഒരു വിരാട് രൂപം, ഹനുമാൻ മസിലൊക്കെ പിരിപ്പിച്ച് നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന് നല്ല ഹിന്ദുവാണ് ദീപക്. അതേപോലുള്ള ഹിന്ദുക്കളെയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഹനുമാനും ഗാന്ധിജിയുമാണ് ഏറ്റവും വലിയ രാമഭക്തർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ നന്മയുള്ള ഒരു ഹിന്ദുവാണ്, ഇന്ത്യക്കാരനാണ്, മനുഷ്യനാണ് ദീപക്. അദ്ദേഹം ഒരു ലോക്കൽ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പേരങ്ങനെ പറഞ്ഞത് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ഹിന്ദുവോ മുസ്ലിമോ സിഖോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല, അതിനെല്ലാം ഉപരി ഞാൻ ഒരു മനുഷ്യനാണ്. ഞാനില്ലാതായാലും ഇന്ത്യയിൽ മനുഷ്യത്വം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുക. അപ്പോ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന് ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഇത് അന്ന് തുടങ്ങിയ പ്രശ്നമല്ല, അതിന് മുമ്പേ പ്രശ്നമുണ്ട്. അതിന് തൊട്ട് താഴെയുള്ള കച്ചവടക്കാരൊക്കെ ബജരംഗദളിന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് അത് പോയി ആദ്യം തടഞ്ഞത്. അതിനുശേഷമാണ് ഈ പറയുന്ന വക്കീൽ എന്ന് പറയുന്ന ആളുടെ കടയിൽ അടപ്പിക്കാൻ വേണ്ടി ബജരംഗദൾ. അവരുടെ ആവശ്യം ഭയങ്കര വിചിത്രമാണ്. ഒന്ന് ബാബ എന്ന് പേരിടാൻ പാടില്ല, ബാബ സന്യാസിമാരെ വിളിക്കുന്ന പേരാണ്. അതുകൊണ്ട് മുസ്ലിമായ നിങ്ങളുടെ കടയ്ക്ക് ആ പേരിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇയാൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. ചോദിക്കുന്നത്, പീർ ബാബ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള ഒരു സൂഫി വരനാണ്, മഹത്തരമായ സൂഫി വരനാണ് പീർ ബാബ. അപ്പോ ബാബ എന്ന പേര് ഇടരുത് എന്ന് പറഞ്ഞാണ് അവർ ഈ ബഹളം വെച്ചത്, ഈ തീവ്ര ഹിന്ദുത്വവാദികൾ. ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളും ഒന്ന് കാണാം. ദീപക് പറയാണ്, ഇവരൊരു പക്ഷെ നാളെ എന്നെ കൊന്നേക്കാം, ഞാൻ മരിച്ചാലും ഇല്ലെങ്കിലും ഈ നാട്ടിൽ മനുഷ്യത്വം നിലനിൽക്കണം. उस दीपक कुमार के जिस पर हमला करने के लिए 100 से 150 लोगों का बजरंग दल या
100-150 തീവ്ര ഹിന്ദുത്വവാദികളാണ് ഇയാളെ അതായത് ആ മുസ്ലിം വൃദ്ധനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് ദീപകിനെ ആക്രമിക്കാനും ആക്രോശിക്കാനും വന്നത്. ഇത് കണ്ടോ നോക്കണേ, നോക്കിക്കോണേ. ഇത് കണ്ടോ, അതായത് ബാബ എന്ന് ഒരു കട, ഈ ബാബ എന്ന കട നടത്തുന്നത് 70 വയസ്സുള്ള ഒരു പാവപ്പെട്ട മുസ്ലിം വൃദ്ധനാണ്. ഇയാളോട് വന്ന് അലമ്പ് കാണിച്ചിട്ട് തീവ്ര ഹിന്ദുത്വവാദികൾ ഈ കടയുടെ പേര് മാറ്റണമെന്ന് പറയുകയാണ്. ചുമ്മാ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി അലമ്പുണ്ടാക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ അതായത് ഗാന്ധിജിയെ കൊന്ന മനസ്സുള്ളവരാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ. അവർക്ക് മഹാത്മാഗാന്ധിയെ മാനിച്ചില്ല, പിന്നാണ് സാധാരണ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെ മാനിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുവിനെ മാനിക്കുന്നത്. അപ്പോ പുള്ളിയുടെ കടയെന്ന് കട പേര് മാറ്റണം, ബാബ എന്ന പേരിടാൻ പറ്റൂല എന്ന് പറഞ്ഞാണ് ഈ അലമ്പ് കാണിക്കുന്നത്. അപ്പം ഈ പാവപ്പെട്ട മുസ്ലിം വൃദ്ധൻ വളരെ കാര്യമായിട്ട് ഇവരോട് പറയാണ്, മക്കളെ അത് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി കടയുടെ GSTയും കാര്യങ്ങളും എല്ലാം ആ പേരിലാണ്, ആ പ്രശ്നങ്ങളാണ്. ഇവരപ്പം അലമ്പ് കാണിക്കുക. ഇതാണ് ദീപക്. के कोटदार के एक जिम ओनर दीपक कुमार पर हफ्ते को 100 से 150 लोगों का हुजूम इकट्ठा हो गया हमला करने के लिए। ना कोई कानूनी नोटिस, कोई वजह, सिर्फ नफरत। पुलिस को फौरन मौके पर पहुंचना पड़ा, वरना मामला किसी भी वक्त खून खराबी में बदल सकता था. എന്ത് ഭ്രാന്താണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ മനസ്സിലെ മുസ്ലിം വിരോധവും വെറുപ്പും ഇസ്ലാമോഫോബിയയും അല്ലാതെ വേറെ എന്താ? दीपक ने एक जुमला कहा जो पूरे मुल्क में गूंज रहा है. मुझे पता है ये लोग शायद मुझे कभी न कभी मार दें. ശ്രദ്ധിച്ചാ നോക്കിയാൽ മതി, പോലീസുകാരൻ, അവിടുത്തെ പോലീസുകാരനടക്കം ദീപകിനെയാണ് എതിർക്കുന്നത്. അവിടുത്തെ പോലീസുകാരൻ ദീപകിനോടാണ് മാറാൻ പറയുന്നത്, ഈ വരുന്ന തീവ്ര ഹിന്ദുത്വവാദികളോടല്ല. लेकिन मैं रहूं या ना रहूं, इंसानियत जिंदा रहनी चाहिए. ये सिर्फ एक जुमला नहीं था, ये एक सोच थी. ऐसी सोच जो ना मजहब देखती है, ना पहचान, सिर्फ इंसान देखती है. लेकिन सवाल ये है, എന്തായാലും ഇതേപോലെ ദീപകുമാരുണ്ടാകട്ടെ. നാളെ നമ്മുടെ കൂടെയുള്ള ഒരു മുസ്ലിം സഹോദരനോ ക്രിസ്ത്യൻ സഹോദരനോ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ നമ്മളാൽ കഴിയുന്ന ശക്തിയോടെ ഈ തീവ്ര ഹിന്ദുത്വവാദികളെ എതിർക്കട്ടെ. ഈ തീവ്ര ഹിന്ദുത്വവാദം അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസം അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ വാദം നമ്മുടെ നാടിനെ ബാധിച്ച ക്യാൻസറാണ്. ഈ ക്യാൻസർ നമ്മളെയും വരും തലമുറകളെ എല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് മുഹമ്മദ് ദീപക് ആകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മുഹമ്മദ് ദീപകിന് വലിയൊരു സല്യൂട്ട്. ആ പാതയിൽ പോകുന്ന ഹിന്ദുക്കളും ഇന്ത്യക്കാരും മനുഷ്യരും നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.